കഥകൾ കേൾക്കാൻ ഇഷ്ടമില്ലാത്തവരായി ആരുമുണ്ടാകില്ല. ഇന്ന് ഞാൻ നിങ്ങളെ ഒരു കഥയിലോട്ട് കൊണ്ടുപോകാം. കേരളത്തിന്റെ കാസർഗോഡും കർണാടകയും തമ്മിൽ അതിർത്തി പങ്കിടുന്ന ഒരു സാങ്കല്പിക ഗ്രാമം എർക്കാന. പി വി ഷാജികുമാറിന്റെ മരണവംശം എന്ന പുസ്തകത്തിലൂടെയാണ് നിങ്ങളെ ഈ കഥയിലോട്ട് ഞാൻ നടന്നു കൊണ്ടുപോകുന്നത്. ഒരു ഗ്രാമത്തിന്റെ മാത്രം കഥയല്ലത്, ഒരു വലിയ കുടുംബത്തിന്റെ 3 തലമുറകളുടെ ചോരയുടെയും വെറുപ്പിന്റെയും പകയുടെയും കഥ കൂടിയാണിത്, ചരിത്രം കൂടിയാണിത്. 10ാം വയസ്സിൽ തന്നെ താലി കെട്ടേണ്ടി വന്ന, നിരവധി തവണ മംഗലം കഴിക്കേണ്ടി വന്ന കുഞ്ഞന്മാർ എന്ന കരുത്തരായ സ്ത്രീയിലൂടെയാണ് ഈ വംശത്തിന്റെ കഥ ആരംഭിക്കുന്നത്. എർക്കാനയുടെ മണ്ണിൽ എപ്പോഴും ചോരയുടെ മണമായിരുന്നു. മനുഷ്യരുടെ മാത്രമല്ല, തുടക്കം കോഴിപ്പോരുകളിലായിരുന്നു. കുഞ്ഞന്മാരുടെ ഭർത്താവായ കോട്ടന്റെ ചിരികണ്ഠൻ എന്നൊരു ഒറ്റക്കണ്ണൻ പോരുകോഴിയുണ്ടായിരുന്നു. അങ്കത്തട്ടിൽ ചതിയിലൂടെ ഒരു ചിറകറ്റു പോയിട്ടും ചോരയൊലിപ്പിച്ചുകൊണ്ട് പൊരുതി ജയിച്ച, ഒടുവിൽ മണ്ണിലേക്ക് പിടഞ്ഞു വീണ ചിരികണ്ഠൻ. ആ കോഴിയുടെ ചോര വീണ മണ്ണിൽ നിന്ന് എർക്കാനയിലെ മനുഷ്യരും പകയുടെ പാഠങ്ങൾ പഠിക്കാൻ തുടങ്ങി. It shows us how simple misunderstandings and tiny grudges mutate into generational hatred. സ്നേഹത്തെക്കാൾ വേഗത്തിൽ മനുഷ്യന്റെ ഉള്ളിൽ വളരുന്നത് വെറുപ്പാണെന്ന് ആ നാട് തിരിച്ചറിഞ്ഞു. പിന്നീട് അങ്കത്തട്ടുകൾ മാറി പോരടിക്കുന്നത് കോഴികൾക്ക് പകരം മനുഷ്യരായി. കൂടപ്പിറപ്പുകൾക്ക് രാഷ്ട്രീയത്തിന്റെ നിറം വന്നു. നാട്ടുപ്രമാണിമാരായ കോമൻ നായരുടെയും ചന്ദ്രന്റെയും കോൺഗ്രസ് രാഷ്ട്രീയവും മറുവശത്ത് മേലേത്തിൽ ഭാസ്കരന്റെ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയവും തമ്മിൽ വലിയൊരു പോരാട്ടം തന്നെ എർക്കാനയിൽ നടന്നു. അടിയന്തരാവസ്ഥയുടെയും ബാർബറി മസ്ജിദ് തകർച്ചയുടെയുമെല്ലാം പശ്ചാത്തലത്തിൽ വ്യക്തിവൈരാഗ്യങ്ങൾ രാഷ്ട്രീയ കൊലപാതകങ്ങളായി മാറി. ഇറ്റ്സ് എ റൂത്ത്ലെസ് സൈക്കിൾ. ചന്ദ്രന്റെ മരണം, അതിന് പകരം ചോദിക്കാൻ തോക്കുമെടുത്തിറങ്ങിയ അരവിന്ദൻ. The tragedy of a 21-year-old boy dying for a cause he barely understood. ചോരയ്ക്ക് പകരം ചോര, അത് മാത്രമായിരുന്നു എർക്കാനയുടെ നിയമം. ഇന്നത്തെ നമ്മുടെ സമൂഹത്തിലോട്ട് നോക്കുക. കൊല്ലുന്നവരെ കൊല്ലാനും കൊല്ലാൻ വരുന്നവരെ കൊല്ലാനുമുള്ള ഒരു കാലക്കുടുക്കിലാണ് മനുഷ്യൻ പെട്ടിരിക്കുന്നത്. മൻ അജ്രിദാലിക കതബന അലാ ബനി ഇസ്രായേൽ എന്ന് തുടങ്ങുന്ന വിശുദ്ധ ഖുർആനിലെ വളരെ പ്രശസ്തമായ അർത്ഥവത്തായ വചനമുണ്ട്. നിങ്ങൾ ആരെയെങ്കിലും അന്യായമായി കൊലപ്പെടുത്തിയാൽ നിങ്ങൾ മനുഷ്യരെ മുഴുവൻ കൊലപ്പെടുത്തിയതിന് തുല്യമാണ്. പക മനുഷ്യന് ഒരു നേട്ടങ്ങളും നൽകുന്നില്ല. ഇത് എർക്കാനയിലെ മനുഷ്യർ മറന്നുപോയി. 21ാമത്തെ വയസ്സിൽ വെടിയുണ്ടേറ്റ് മരിച്ച അരവിന്ദിനെ പോലുള്ള യുവാക്കളുടെ കുഴിമാടങ്ങൾ മാത്രമാണ് ഇത്തരം പക ബാക്കി വെച്ചിരിക്കുന്നത്. രാഷ്ട്രീയപരമായാലും വ്യക്തിപരമായാലും വെറുപ്പ് നമ്മെ എങ്ങും എത്തിക്കില്ല. അതുപോലെ തന്നെയാണ് പകയും. Revenge is not a solution. It's just a beautiful lie that leads us to the graveyard. ഈ ചരിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുന്നതും അത് തന്നെയാണ്. പി വി ഷാജികുമാറിന്റെ മരണവംശം മനുഷ്യന്റെ ഉള്ളിലെ മൃഗത്തെ പുറത്തെടുക്കുന്ന ഓർമ്മപ്പെടുത്തലാണ്. ആ ചിന്തകളിലേക്ക് നിങ്ങളെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.